നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചിരിക്കട്ടാ. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്കി. അച്ഛാ, ഇത് എന്ത് പറ്റി അച്ഛാ? എനിക്കൊന്നും അറിയില്ല മോളെ. ആനയെ ഇടത്തിയാനെ, ആനയെ വലത്തിയാനെ. എന്റെ പൊന്നാനെ, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിയൂ. ഇതിപ്പോ ഈ ആന പൊട്ടിയാണോ? നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയല്ല മാധവി. നോക്കൂ നോക്കൂ. അപ്പൊ നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഈ ആന എന്താ ഒന്നും അനുസരിക്കാത്തേ? എനിക്കൊന്നും അറിയില്ല. ആന മുഖം വീർപ്പിച്ച് നിക്കണ കണ്ടാ തോന്നും ഞാൻ ഏതാണ്ട് ആനയുടെ 10-25,000 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത പോലെയാണ്. അതൊന്നും അല്ലെന്നേ, നാട്ടുകാരുടെ കണ്ണായിരിക്കും. അത് ഈ ആന ഒന്നും അനുസരിക്കാത്തേ. ഒരു അനക്കമില്ലാണ്ട് നിക്കണ കണ്ടില്ലേ? ഇങ്ങനെയുണ്ടോ ഒരാന? ഇനിയിപ്പോ സ്ഥലം മാറ്റി തളച്ചുകൊണ്ടായിരിക്കോ? ഏയ്, അതും അല്ലെന്നേ. പിന്നെ ഞാൻ പറയട്ടെ? പറയടി. പറയട്ടെ? പറയാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുവാണെ ഇപ്പൊ പറയാൻ മനസ്സില്ല. അങ്ങോട്ട് ചെല്ലു. കല്യാണം കഴിഞ്ഞ് അന്നോട്ടുള്ളത് അതൊക്കെ വേണ്ട. ഇനി വേണ്ട. മാധവി പറയടി. അസൂയക്കാരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആനയെ മേടിക്കാൻ പോണൂന്ന് പറഞ്ഞപ്പോഴേ ആ കിഴക്കേല് ദേവയാനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ടായി. ആ നരകത്തിന് എനിക്ക് പണ്ടേ അറിയാം. മോള് ശരിയാ, തള്ളയും ശരിയാ. ഓ പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ആ വെളിച്ചപ്പാടിനെ ഒന്ന് കൊണ്ടുവന്നാലോ? അമ്മേ ദേവി മഹാമായേ, മഹാമായേ ഭഗവതി, അമ്മേ മഹാമായേ, വാനെ ആനെ വരാൻ, വാനെ ഇങ്ങോട്ട് വരാൻ. അതെ, എന്തോ കുഴപ്പമുണ്ട്. ഇന്ന് തന്നെ ഗണപതി കോവിലിൽ ഒരാനരൂപം നിർണയിക്ക്. 1 മാസത്തിനകം എല്ലാം ശരിയാവും. 1 മാസം? അതെ, എന്തോ കുഴപ്പമുണ്ട്. ആശാനെ, കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. എന്ത് കണ്ടുപിടിച്ചു? ആനയ്ക്ക് മലയാളം അറിഞ്ഞൂടാത്തോണ്ടാ ഹിന്ദിയിൽ പറഞ്ഞു നോക്കാൻ മാനേജർ പറഞ്ഞു. ഏത് മാനേജർ? സർക്കസിലെ മാനേജർ. വിളിച്ച പടം അങ്ങോട്ട് മാറി ഇരുന്നട്ടെ. ഹിന്ദി ആനയാവേ? കുറെ ഹിന്ദി വാക്കുകൾ കുറിച്ച് തന്നിട്ടുണ്ട്. അഗത് എന്ന് പറഞ്ഞ ആന ഇങ്ങോട്ട് വരും. എന്തോന്ന്? അഗത്. ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എന്താ പരിശ്രമം? അകത്ത്. വിദ്യേ അഗത്, അകത്ത്, അകത്ത്, അഗത്, വിദ്യ അകത്ത്. അയ്യോ, ആന വരുന്നു. ഞാൻ പറഞ്ഞില്ലേ? അയ്യോ, എന്റെ വിദ്യ അകത്ത്. നീ ഇതെങ്ങനെ അറിഞ്ഞെന്റെ വാസുവേ? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയില്ല അമ്മായി. അല്ല, അവളെന്താ എന്നെ കണ്ടപ്പോ അങ്ങ് അകത്ത് കയറി പോക്കളഞ്ഞു? അവിടെ കൂടെ ആ സുഗറ ഉള്ളത് കൊണ്ടായിരിക്കും. നോക്കൂ നോക്കൂ. നോക്കിക്കൊണ്ടല്ലേ ഇരിക്കണേ? ഇത് കണ്ടോ? ആനയും കൊണ്ട് വരണേന് മുമ്പേ പട്ടയം കൊണ്ട് വാസു ഇങ്ങെത്തി. ആനക്ക് എന്തൊക്കെയാ അമ്മാവ തീറ്റ? സിമെന്റും കമ്പിയും. ആനക്ക് എന്താ തീറ്റ വേണ്ട വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നീ നിന്റെ പണി നോക്കി പോടച്ചക്ക. ഇതെന്താ ഇങ്ങനൊക്കെ പറയണേ? ഒരാന വന്നപ്പോഴേക്കും എല്ലാരും കണ്ടുകൂടണ്ട. എല്ലാവരും എനിക്ക് കണ്ടുകൂടാണ്ടായിട്ടില്ല. ഇവൻ എനിക്ക് കണ്ടുകൂടാ. അല്ലെങ്കിൽ ഇവൻ പറയും അമ്മാവന്റെ ആനയെ നോക്കാൻ നിന്നിട്ടാ ഇവന്റെ കച്ചവടം പൊളിഞ്ഞു. എന്തായാലും ഇവന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക. അതിന് ചേർന്ന പോലെ നീയും. നോക്കൂ നോക്കൂ. നീ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? എന്റെ ആങ്ങളയുടെ മോനാ ഇവന്. നിങ്ങൾ പറയണ പോലെ എനിക്ക് പറയാൻ പറ്റില്ല. ഹലോ, ആനയുടെ ഓണർ അല്ലേ ഇവിടെ? ദാ നിൽക്കണു. പാപ്പാനല്ല ചോദിച്ചത്, ഇതിന്റെ ഓണർ മുതലാളി. മുതലാളി രണ്ടും ഞാൻ തന്നെയാ. ഓ, ഐ സീ 2 in 1. ഞങ്ങൾ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വരികയാണ്. ഞാൻ സരോജ് നായർ, ഇത് മിസ്റ്റർ ശങ്കർജി ചാത്തനാട്. ഹലോ. നിങ്ങൾ പുതിയ ആനയെ വാങ്ങിയെന്ന് അറിഞ്ഞു. പുതിയ ആനയൊന്നല്ല.
അല്ല ഈ മൃഗസംരക്ഷണത്തെ കുറിച്ച് വല്ലതും അറിയാമോ? കുറേശ്ശെ അറിയാം. ആഹാ. 21 കൊല്ലം പാപ്പാനായിരുന്നു. അതുകൊണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റഡി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആനയുടെ ഭക്ഷണം, താമസം എന്നിവയെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ വന്നത്. ആന ഒരു സാധാരണ മൃഗമല്ല. മനുഷ്യനേക്കാൾ ബുദ്ധിയും നന്ദിയും കൂർമ്മതയുമുള്ള ഒരു വൻ മൃഗമാണ് ആന. ശങ്കർജി ആ ലിസ്റ്റ് തരൂ. ഇത് ആനയ്ക്ക് കൊടുക്കേണ്ട മെനു ആണ്, അതായത് ഡെയിലി കൊടുക്കേണ്ട ഫുഡ്. ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കും മിസ്റ്റർ ശങ്കർ. പനമ്പട്ട 150, ഓലമടല് 100, Yeah. ചോറ് 25 കിലോ, റാഗി 25 കിലോ, Exactly. ശർക്കര 25 കിലോ, പഴം 100 എണ്ണം, That's all. കരിമ്പ് 50 കിലോ, ശുദ്ധജലം 150 ലിറ്റേഴ്സ്, Yeah. വൈറ്റമിൻ ഗുളിയ 25 വീതം 2 നേരം. ഇറ്റ്സ് ഓക്കേ. You understand? ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഒരാനയെ കൂടെ വാങ്ങിക്കാമല്ലോ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആനയ്ക്ക് മദ്യം കൊടുത്തു പോരുത്. അതിന്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആനയ്ക്ക് എപ്പോഴും മദ്യപിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും. മദ്യം കഴിച്ച് ശീലിച്ചിട്ടുള്ള ആന മദ്യം കിട്ടാതെ വന്നിട്ട് പല ചാരായ ഷോപ്പുകളും ബാറുകളും കയ്യേറി മദ്യപിച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മദ്യത്തിന്റെ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. യു മസ്റ്റ് ബി കെയർഫുൾ. ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വരട്ടെ, നന്ദി, വീണ്ടും കാണാം. ആ ആനയ്ക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? ശ്രീവിദ്യ. ഓ സ്വീറ്റ് നെയിം, വിദ്യ. See you. Bye. Bye. അയ്യടാ, ഭർത്താക്കന്മാര് കുടിക്കാതിരിക്കാൻ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്ന പോലെയാ. ആന കുടിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കണം പോലും. അയ്യാ. അതെ സാർ, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലോക്ക് ഓഫീസറെ കാണിച്ചോ? കാണിച്ചു. തഹസിൽദാർ സാറിനെ കാണിക്കാൻ പറഞ്ഞു. പെണ്ണാനെയാണെന്നാണല്ലോ സർട്ടിഫിക്കറ്റ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് എന്താ അതിന് കൊമ്പ്? ഇത് കൊമ്പല്ല സാറേ, പല്ല. പിടിയാനക്ക് ഇതുപോലെ ഉണ്ടാവും. ഓ, അത് ശരി. ഇത് നമ്മുടെ കറുത്തേടത്തെ ജോർജ് കുട്ടിയുടെ ഇടംപല്ല് പോലെ ഉണ്ടല്ലോ. എന്റെ ഈശ്വര, എല്ലാം പോയില്ലോ. അമ്മച്ചൊന്നും മിണ്ടാതെ അകത്തേക്ക് പോണ്ടോ? അത് കൊള്ളാലോ, നീ ഇപ്പൊ തഹസിൽദാര് കളിക്കണ. എടാ, നീ തഹസിൽദാര് ആവണേന് മുമ്പ് നീ എന്റെ മോനായിരുന്നു. നിന്റെ അപ്പൻ തോമാച്ചനുണ്ടല്ലോ, അയാളെ വരെ ഞാൻ വില വെച്ചിട്ടില്ല. പിന്നല്ലേ നീ ഒരു തഹസിൽദാര് കളി. ഒന്ന് പോടാ അവിടുന്ന്. പിന്നെ എന്താ ചെയ്യാ, ഞാൻ പോട്ടെ. വാ 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 വിദ്യേ. നല്ല ആളാണ്. ഞാൻ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു മൃഗാസ്പത്രി പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു ബ്ലോക്ക് ഓഫീസിൽ പോയിന്ന്, അവിടെ ചെന്നപ്പോ പറഞ്ഞു തഹസിൽദാരെ കാണാൻ പോയിന്ന്. നിങ്ങൾ എവിടെയായിരുന്നു? ഒന്നും പറയണ്ട എന്റെ രാഘവൻ നായരെ. ഞാൻ ഇതിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. ഇതേ കണ്ടോ, ഇങ്ങോട്ട് വലത്തിയാനേ കണ്ട, ഇങ്ങോട്ട് ഇടത്തിയാനേ കണ്ടോളുന്നു. അവളുടെ അമ്മേനെ അവിടെ കുഴിച്ചിട്ടുണ്ട് പുഴയില്. ഞാൻ ഇതിനൊന്ന് അടിച്ച് നേരെ നമ്മുടെ മമ്മൂതിയുടെ മില്ലില് തടി പിടിക്കാൻ ഒരു ആനനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എവിടൊക്കെ ക്യാൻവാസ് ചെയ്യണ്ടെന്ന് അറിയാം നിങ്ങൾ? ഈ ഭാഷ അറിയാത്ത ആനയെ കൊണ്ട് ഞാൻ എങ്ങനെയാ തടി പിടിപ്പിക്കുക? സാരില്ല, ഇപ്പൊ നേരെ ആംഗ്യം കാണിച്ചാ മതി, അതനുസരിച്ചോളും. ഏത് നാട്ടിലും ഏത് ഭാഷയിലും ആംഗ്യമൊക്കെ ഒന്നല്ലേ, ശരിയല്ലേ? അതെന്താ അയ്യപ്പൻ നായരെ, നിങ്ങൾ ആനേനെ വാങ്ങിട്ട് നമ്മളെ അറിയിക്കാഞ്ഞത്? ആ ആന ചൂണ്ടി പറഞ്ഞിട്ടാ നമ്മളെ പറഞ്ഞത്. ഈ തടിയൊക്കെ ആ മില്ലിനടുത്തേക്ക് വലിച്ചിടിക്കും. വാ വാ വാ, ഇവിടെ വരാൻ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരാൻ. വലിച്ചിടാനേ, മരം വലിച്ചിടാനേ നീ, വലിച്ചിടാനേ നീ, മരം വലിച്ചിടാനേ, വലിച്ചിടാൻ. എന്താ ഇത്? നീ എന്ത് കഥയായി കാണിക്കണേ?
സർക്കസ് എവിടെ? എടി ഒറ്റക്കാലം നിന്ന വീഴുന്ന് ഇങ്ങോട്ട് വരാൻ ദേ പൊക്കണു മറ്റേ കാലും. ചോ ഇങ്ങോട്ട് വാ. ഇതിപ്പോ എന്തിനാ ഇരിക്കണേ? നിന്നിട്ട് കാല് കഴിച്ച ഇടി. ഇതെന്നെ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയേക്കാന്ന തോന്നണേ. വലിയൊരു കാണുണ്ടോ ഈശ്വര? ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? എന്റെ അമ്മോ, ഇതെന്താ ഈ കാണിക്കണേ? തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടാവോ? ആകെ കുഴഞ്ഞല്ലോ രാഘവൻ നായരെ. തടി പിടിക്കാൻ ആംഗ്യം കാണിച്ച ആന കാല് പൊക്കി സർക്കസ് കാണിക്കും. ഹിന്ദി അറിയായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അല്ല അയ്യപ്പനാശാനെ ഹിന്ദി ഒട്ടും അറിഞ്ഞൂടെ? അത് ശരി, മലയാളം തന്നെ നല്ലോണം അറിഞ്ഞുകൂടാത്ത ആളാണ് ഇനി ഹിന്ദി കൂടി പഠിക്കുന്നത്. മലയാളം എനിക്കറിയില്ല, താനാ തീരുമാനിക്കണേ. ആശാന്റെ മോൾക്ക് പരശുരാമ സൂക്ഷിച്ചോ, നീ എന്റെ കൈ കൊണ്ട് മേടിക്കും. മേടിക്കണ ആന ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ മോളെ ഹിന്ദി പഠിപ്പിച്ചാനെ. ഈ ആനയെ സർക്കസുകാർക്ക് തിരിച്ചു കൊടുത്തിട്ട് പകരം മലയാളം അറിയാവുന്ന ഒരു ആനയെ നമുക്ക് കിട്ടുമോ? പിന്നെ നിങ്ങൾ എന്ത് വിവരക്കേടാണ് പറയുന്നത്? അതെ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇനി നിങ്ങൾക്ക് ആനയായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചോ. അതിന് ഏതെങ്കിലും ഹിന്ദി മാഷെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ചാ പോരെ? ഞാൻ ഈ വയസ്സുകാലത്ത് എങ്ങനെയാടോ ഈ അറിയാത്ത ഭാഷ പഠിക്കുന്നത്? ശരിയാ അല്ലേ? അതെ. ആനയെ മലയാളം പഠിപ്പിക്കാന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യമല്ല. അതിലും ഭേദം അയ്യപ്പൻ നായർ ഹിന്ദി പഠിക്കുക. ശരിയാ. ശരി ശരി ശരി, കുറെ നേരം അതിൽ തുടങ്ങിയിട്ട് ഞാൻ ഒറ്റ അടി വെച്ചെന്നിട്ടല്ലോ. ആ, നമ്മുടെ നാട്ടിൽ ഹിന്ദി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ആരുണ്ട്? ഒരാളുണ്ട്, ഹിന്ദി വിദ്വാന, എന്റെ പരിചയത്തിലുള്ളതാ. വിനയചന്ദ്രൻ എന്നാ പേര്. ചെറുപ്പക്കാരൻ, മിടുക്കൻ. പിന്നെ ആള് കുറെ ദൂരെയാ. ആയിക്കോട്ടെ, വൈകിക്കണ്ട, ഉടനെ ഓടിക്കോ. നിക്ക്, എന്റെ വീട്ടിൽ കല്യാണപ്രായമായിട്ടുള്ള ഒരു മോളുള്ളതാ. ചെറുപ്പക്കാരെ ട്യൂഷൻ എടുക്കാൻ വരുന്നത് ശരിയാവില്ല. ഒരു കാര്യം ചെയ്, മകളുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഹിന്ദി പഠിക്കുക. എന്താ പോരെ? അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. ചെറുപ്പക്കാരുടെ യാതൊരു ദുശീലങ്ങളും ഇല്ല. പിന്നെ പഠിച്ചോണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഹിന്ദി ടീച്ചറിന്റെ, അതായത് ഒരു സുന്ദരിയായ ഹിന്ദി ടീച്ചറിന്റെ അല്ല, മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ഉണ്ട്. ഉറപ്പാണോ? എന്താ ആശാനെ അങ്ങനെ ചോദിക്കുന്നത്? എനിക്കും പ്രായമായ സുന്ദരികളായ 2 സഹോദരിമാരുള്ളതാ. ഇവൻ അടിക്കടി എന്റെ വീട്ടിൽ വന്ന് പോകാറുണ്ട്. അതിന്റെ പേരിൽ ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്ക് ഞാൻ ഭാഗ്യവാനാണ്. എന്നാ പിന്നെ നീ ഇപ്പൊ തന്നെ പോയിക്കോ. അയ്യപ്പൻ നായർ വണ്ടി കാശ് കൊടുക്കി.